ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗോൾഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇന്നലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പർ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് നോക്കുന്ന ടൈമിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു ബൈ സൈഡ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ലൈറ്റ് നൈറ്റിലൊക്കെയാണ് എന്ത് ചെയ്ത് ആ ഒരു ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ പോയിന്റ് അതിന്റെ ലോ പോയിന്റ്, ആ ലോനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട്. അപ് സൈഡിൽ നിന്ന് ഡൗൺ സൈഡിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ 15 മിനിറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളെ മെയിൻ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിലോട്ടായിരിക്കും. 15 മിനിറ്റ് സ്ട്രക്ചറിന് ട്രസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ സെല്ലിലോട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. Then ഇവിടെ ഫോർ അവർ ഒക്കെ നോക്കുമ്പോൾ ഫോർ അവർ ഒക്കെ ഓൾറെഡി ഒരു നല്ല കറക്ഷൻ തന്ന് പുൾ ബാക്ക് തന്ന് ഇനിയും മേ ബി എന്തിനുള്ള ചാൻസ് ഉണ്ട്, താഴത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും മുകളിലോട്ടായിരിക്കും, ബയ്യിങ് പ്രഷർ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, കൂടുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ ചില ആളുകളൊന്നും ഗോൾഡിൽ സെല്ലേ ചെയ്യാറില്ല, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ട്രേഡ് ചെയ്യാറില്ല, ബയ്യിങ് ഓപ്പർച്യൂണിറ്റീസിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. കാരണം ബയ്യിങ് ആണല്ലോ കൂടുതലും ഗോൾഡിൽ ആളുകൾ കൺസിഡർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്നിപ്പോ 15 മിനിറ്റ് സ്ട്രക്ചർ വെച്ച് ഇൻട്രാഡേ സെറ്റപ്സുകൾ നോക്കുമ്പോൾ നമുക്ക് സെല്ലിന് എന്ത് ചെയ്യാം നോക്കാം. സെല്ലിന് ഇപ്പൊ ഏഷ്യൻ റേഞ്ച് ഒക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഏഷ്യൻ റേഞ്ച് ഇതാണ്. ഓക്കെ, ഏഷ്യന്റെ ഉള്ളിലൊന്നും കാര്യമായിട്ടുള്ള ലിക്വിഡിറ്റീസ് ഒന്നും ഇപ്പൊ കറന്റ് എന്ത് ചെയ്തിട്ടില്ല, ഫോം ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് മാർക്കറ്റ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മാർക്കറ്റിൽ എന്ത് ചെയ്യാനുണ്ട്, ട്രാവൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോകുന്ന 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ട്രേഡിന് അത്യാവശ്യം വെയിറ്റ് ചെയ്യണം. സോ നമ്മളൊരു പുൾ ബാക്ക് എൻട്രി ഇവിടുന്ന് എന്ത് ചെയ്യാം നോക്കാം, ഒരു കൗണ്ടർ എൻട്രി. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ഇപ്പൊ എന്ത് ചെയ്തു, സെല്ലിലാണ് നിൽക്കുന്നത്, ഇനി ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാകും. ഓക്കെ, പുൾ ബാക്ക് വന്ന് ഈ ഒരു പ്രീമിയം വരെയെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യണം, പോകണം. അപ്പൊ ഞാൻ ഈ ഒരു 15 മിനിറ്റ്സിന്റെ ഈ ഒരു പുൾ ബാക്കിനെ ട്രസ്റ്റ് ചെയ്ത് 1 മിനിറ്റിലോട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, 1 മിനിറ്റില് ഏകദേശം സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തിരിഞ്ഞിട്ടുണ്ട് അല്ലെ, അപ് സൈഡിക്ക് തിരിഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് സ്ട്രക്ചർ അപ് സൈഡിക്ക് തിരിഞ്ഞിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി എവിടേക്ക് പോകാനാണ് ചാൻസസ്, മേലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ കുറെ ലിക്വിഡിറ്റീസ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്ത് വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് മേ ബി എന്ത് ചെയ്യാം, മാർക്കറ്റ് നമുക്കൊരു ട്രേഡ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പൊ പേഴ്സണലി ഞാൻ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. പക്ഷെ കൗണ്ടർ എൻട്രി ആണ്, 1 മിനിറ്റ് എൻട്രി ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മളെ സ്റ്റോപ്പ് ലോസ് 350 എന്ത് ചെയ്യില്ല, നിൽക്കില്ല. ഞാൻ ഇതിന് ഒരു 1000 ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് തന്നെ വെക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട് മാർക്കറ്റിൽ. 35 പിപ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഇട്ടാവും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഒരു 1:3 എന്നുള്ള റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത് റിസ്ക് കുറച്ചിട്ടുള്ള എൻട്രി ആയിരിക്കും എന്ത് ചെയ്യാം നോക്കുന്നുണ്ടാവും. ഓക്കെ, ഒരിക്കലും ഒരു ഡയറക്റ്റ് എൻട്രി അല്ലെങ്കിൽ ബ്ലൈൻഡ് എൻട്രി ഒന്നും എന്ത് ചെയ്യില്ല, അവിടെ ഫോക്കസ് ചെയ്ത്. കാരണം 1 മിനിറ്റ് ആണ്, പുൾ ബാക്ക് ആണ്, കൗണ്ടർ എൻട്രി ആണ്. അപ്പൊ അതിന്റെ ബേസിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓപ്പർച്യൂണിറ്റി ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ആ ഒരു ട്രേഡ് നോക്കിയാൽ മതി. മെയിൻ സെറ്റപ്സ് മുകളിൽ എത്തണം, മുകളിൽ എത്തിയിട്ട് ട്രേഡ് ഉള്ളൂ. ഇവിടെ നിന്നൊക്കെ ലിക്വിഡിറ്റീസ് ഫോം ആവണമെങ്കിൽ ഇവിടെയുള്ള ഏരിയനൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്നും സെല്ലിറക്കി കൊണ്ടുവരാം. ഓക്കെ, മാർക്കറ്റിൽ ഒന്ന് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യാനുണ്ട്, സ്ട്രക്ചർ കാര്യങ്ങളൊന്ന് ഫോം ചെയ്യാനുണ്ട്, എന്നാലേ ഗോൾഡിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ ജി ബി പി യു എസ് ടിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇത് ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് പോകും എന്നുള്ളതായിരുന്നു അല്ലെ. പക്ഷെ അവിടുന്ന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് പോയിട്ടില്ല. ഇന്ന് ഏർലി മോർണിംഗ് ഒക്കെയാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് അങ്ങോട്ട് എത്തിയത് അല്ലെ. മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ ആണ് കൂടുതലായിട്ട് മാർക്കറ്റിൽ വരുന്നത് അല്ലെ. ഈ ഒരു ഏരിയ എന്ത് ചെയ്തില്ല, റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്തു, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പൊ ട്രെൻഡ് താഴത്തേക്കാണ്. പക്ഷെ ഇവിടെയും താഴത്തേക്കായി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. മേ ബി ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെയും ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാനിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കാരണം ഇവിടെ അത്തരത്തിലുള്ള ഒരു ഏരിയ ആണ്. നല്ല സ്ട്രോങ് വന്ന് ഒരു ബ്രേക്കിംഗ് കൂടെ ഒക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുത്ത് നോക്കാം. അല്ലാത്ത പക്ഷം ഇവിടെ ഇങ്ങനെ നോക്കി ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ട്രാപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അവിടെയും മാർക്കറ്റ് ഒന്ന് എന്ത് ചെയ്യണം, മൂവ് ആവണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ ലോ കൺഫേം ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈ ടു ഇവിടെയുള്ള സ്വിംഗ് ലോന് വരെ നമുക്ക് എന്ത് ചെയ്യാം, പിടിക്കാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഒന്ന് മൂവ് ആയാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 11:30 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യുക. അതായത് ആഫ്റ്റർ ദ ഏഷ്യൻ സെക്ഷൻ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഏരിയാസും സ്ട്രക്ചർ ഒക്കെ ഒന്ന് ബിൽഡ് ആവും. ഓക്കെ, ഞാനിപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 10:30 ആയിട്ടുള്ളൂ, ഞാനത് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് 11:30 ഒക്കെ ആകുമ്പോൾ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ, അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, ട്രേഡ്സുകൾ നോക്കാം. ദെൻ യൂറോ യു എസ് ടി. ഓക്കെ, യൂറോ യു എസ് ടിയിൽ നോക്കുന്ന ടൈമിൽ
യൂറോ യു എസ് ഡി നമ്മൾ ഇവിടുന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെറിയ ചെറിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ട് എന്ത് ചെയ്തു, പ്രഷർ സെല്ലിങ്ങിലോട്ടാണ്, സെല്ലിംഗ് പ്രഷർ ആണ് മാർക്കറ്റിൽ ഉള്ളത്. ഓക്കെ, ദെൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഇന്നത്തെ ഏഷ്യൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അത്ര സ്ട്രോങ് റിയാക്ഷൻ ഒന്നല്ല, ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ചെറിയ റിയാക്ഷൻ തരുന്നുണ്ട്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ മേ ബി ഇവിടുന്ന് എന്ത് ചെയ്യും, ഇനി ഇവിടെ മാർക്കറ്റ് ഒന്നും എടുക്കാനില്ല, എല്ലാം എടുത്ത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടുന്നുള്ള ലിക്വിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതാ ഇതിന്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റും കൂടെ ഇവിടെ താഴത്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതും കൂടെ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാം പോകുന്നുണ്ടാവുക. കാരണം ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി ഉണ്ട്, ഇതും കൂടെ എടുത്ത് ഈ ഒരു സ്ട്രക്ചർ ലിക്വിഡിറ്റിയും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ട്രേഡ് ആണ്. കാരണം ഇവിടെ മേലെ ഇത്രയും ലിക്വിഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഡിങ് ആയിട്ട് റെസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. സോ അവിടെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ട്രേഡ്സ് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻസ് നോക്കി സ്ട്രക്ചർ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, മേലോട്ട് കയറി പോകാം. ഇല്ല ഈ ഒരു ഏരിയനെയാണ് ഈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ താഴത്തു നിന്നുള്ള ഈ ഒരു ഏരിയനെ പ്രോപ്പർ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 1 മിനിറ്റിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊന്നും അത്ര സ്ട്രോങ് ഏരിയ അല്ല. ഒരു 11:30ക്ക് ശേഷം മാർക്കറ്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു 3 പ്ലാൻസ്. നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. ഒന്നാമത് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുന്നതുകൊണ്ടാണ്. നോക്കാം നമുക്ക് എങ്ങനെ മാർക്കറ്റ് മൂവ് എന്നുള്ളത്. പക്ഷെ എപ്പോഴും നമ്മൾ മാർക്കറ്റിന്റെ കൂടെ ഇങ്ങനെ മാർക്കറ്റ് എന്താണ് എന്നുള്ളത്, ട്രേഡ് ഇല്ലെങ്കിലും മാർക്കറ്റ് എന്താണ്, എവിടുന്നാണ്, എങ്ങോട്ടാണ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് പ്രോപ്പർ ആയിട്ട് ഇങ്ങനത്തെ സെഷൻസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.